सुब्रमण्यन महीन कलाकृति बनाने के लिए जाने जाते हैं। सोने के महीन टुकड़े पर बनाई गणेश की कलाकृतियां सरसों के दाने से भी छोटी होती हैं। इतना ही नहीं, उन्हें बिना लेंस के देखना मुमकिन भी नहीं है। केरल के रहने वाले गणेश सुब्रमण्यम महीन कलाकृति बनाने के लिए जाने जाते हैं। सोने के महीन टुकड़े पर बनाई गणेश की कलाकृतियां सरसों के दाने से भी छोटी होती हैं। इतना कि उन्हें बिना लेंस के देखना मुमकिन नहीं है। കാണുവാൻ കഴിയാത്ത വളരെ ചെറിയ വലിപ്പത്തിലുള്ള കരവിരുതുകൾ, അതായത് വളരെ ചെറിയ ശില്പങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ തരികൾക്കകത്ത് നമ്മൾ നേരിട്ട് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വളരെ ചെറിയൊരു തരിയായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിന് മുന്നിലൂടെ നമ്മൾ ശക്തമായുള്ള ഒരു ലെൻസിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് ഈ സൃഷ്ടികൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയുവാൻ സാധിക്കും. അതാണ് എൻ്റെ ഈ ശില്പങ്ങളുടെ എല്ലാ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു തരിയായിട്ടും എന്നാൽ ലെൻസിലൂടെ മാത്രം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അറിയുവാനും പറ്റുന്ന അത്രയും സൂക്ഷ്മ വലുപ്പത്തിലുള്ള ശില്പങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഈ നാനോ ശില്പി എന്നുള്ളൊരു പേര് വരുന്നത്. गहने बनाने वाले परिवार में जन्मे गणेश ने 2005 में नैनो मूर्तियां बनाना शुरू की थी। ഞാൻ ഒരു സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു നല്ല പവറുള്ള ഒരു ലെൻസിലൂടെ നോക്കിയിട്ടാണ് ചെയ്യാറ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് സൂചികളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. വളരെ ചെറിയ സൂചികൾ പോയിന്റ് ചെയ്തെടുത്തിട്ട് ലെൻസിലൂടെ നോക്കിയിട്ട് അവിടെ മനസ്സിനകത്തുള്ള രൂപം ആ ഒരു സ്വർണ്ണത്തരിക്കകത്ത് കൊത്തിയെടുക്കുന്ന രീതിയാണ്. അപ്പോൾ നല്ല ശ്രമമുണ്ട്. കാര്യം നമുക്ക് മാസങ്ങളോളം എടുത്തു വരുന്ന ഒരു ശ്രമം ഒരു സെക്കൻഡ് നിമിഷം നമ്മുടെ മനസ്സൊന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആവും. കാര്യം കൈ ഒന്ന് അനങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ തന്നെ അങ്ങ് കട്ടായി പോകും. ഇപ്പോൾ ഏതാണ്ട് ഒരു 60-ൽ പരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ശില്പങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. गणेश की इस कला के मुरीद कला, सिनेमा और राजनीति के कई दिग्गज नेता भी हैं। गणेश अब अपनी नैनो कृतियों को रखने के लिए म्यूजियम बनाने की सोच रहे हैं।